ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. നല്ല കാലാവസ്ഥയ്ക്കായി, നമ്മുടെ സുരക്ഷിത ഭാവിക്കായി പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തെ കൂടുതലായി ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ആയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രകൃതി അതിൻ്റെ പ്രവർത്തനങ്ങൾ സമയാസമയങ്ങളിൽ വളരെ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്നാൽ താളം തെറ്റിയ താരാട്ടായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മിൽ പലരും നമ്മുടെ സൗകര്യാർത്ഥം വൃക്ഷലതാദികൾ വെട്ടിനിരത്തുന്ന കാഴ്ച. എന്നാൽ മരുഭൂമിയായിരുന്ന ഗൾഫ് നാടുകളിൽ മുക്കിലും മൂലയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് മരുഭൂമിയെ അവർ മരുപ്പച്ചയാക്കി കഴിഞ്ഞു. എന്തിനേറെ അവിടെ വെള്ളപ്പൊക്കം പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മാധ്യമങ്ങൾ വഴി നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ മാത്രമല്ല, നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ലോക പരിസ്ഥിതി ദിനം. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് ഒരു ഗാർഡൻ ഉണ്ടാക്കുവാൻ ഞാൻ പരിശ്രമം തുടങ്ങിയത്. ദേവാലയത്തിൻ്റെ മുന്നിലുള്ള ഭവനമായതിനാൽ വളരെ ഭംഗിയായി വീടും പരിസരവും സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ കോർപ്പറേഷൻ വന്ന് അത് നശിപ്പിക്കുമോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ കോർപ്പറേഷൻ തന്നെ ഈ പുത്തൻപെട്ട് വഴിയിലെ റോഡ് സൈഡിൽ മനോഹരമായി ഗാർഡനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എനിക്ക് മനസ്സിലാക്കുവാനും കാണുവാനും സാധിച്ചത്. അവരുടെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ്, ക്ലീൻ സിറ്റി. പുത്തൻപെട്ട് വഴിയിലെ പല ഭവനങ്ങളുടെ മുന്നിലും അതോടെ പൂച്ചെടികളും മറ്റു ചെടികളും പ്രത്യക്ഷപ്പെടുവാൻ കാരണമായി എന്നതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി, ഇൻസ്പയർഡ് ബൈ നേച്ചർ ഓർ ക്ലൈമറ്റ് ഓർ അവർ ഫ്യൂച്ചർ എന്ന യുണൈറ്റഡ് നേഷൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് നമ്മുടെ പുത്തൻപെട്ട് വഴിയെയും നെല്ലങ്കര ദേശത്തിൻ്റെയും പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് കൈകോർക്കാം. ഭൂമി സ്വയം രക്ഷയ്ക്കായി യാചിക്കുകയല്ല, മനുഷ്യരോട് രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുകയാണ് പരിസ്ഥിതി ദിനാചരണം വഴി.